ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രഞ്ജിത്ത്. കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കണ്ടെയ്ൻമെന്റ്, നിരീക്ഷണം, മുൻകരുതൽ എന്നിവ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഡിസംബർ 1 മുതൽ 31 വരെയാണ് ബാധകം. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നെന്ന് ജില്ലാതല ഭരണകൂടങ്ങൾ, പോലീസ്, മുനിസിപ്പൽ അധികാരികൾ എന്നിവർ ഉറപ്പാക്കണമെന്ന് പുതിയ മാർഗ്ഗനിർദ്ദേശം പറയുന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രദേശങ്ങൾ വരെ കൃത്യമായി വേർതിരിച്ച് നിരീക്ഷിക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പുവരുത്തണം. ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഈ പ്രദേശങ്ങളിൽ പാലിക്കണം. അത്യാവശ്യ സേവനങ്ങൾക്ക് മാത്രമാകും അനുവാദമുണ്ടാവുക. ചുമതലപ്പെടുത്തിയ അംഗങ്ങൾ വീടുകൾ തോറും കർശനമായ നിരീക്ഷണം നടത്തണം. ചട്ടപ്രകാരമുള്ള കോവിഡ് പരിശോധനകളും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടത്തണമെന്ന് പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് 6491 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ. കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ കോഴിക്കോട് 833, എറണാകുളം 774, മലപ്പുറം 664, തൃശൂർ 652, ആലപ്പുഴ 546, കൊല്ലം 539, പാലക്കാട് 463, തിരുവനന്തപുരം 461, കോട്ടയം 450, പത്തനംതിട്ട 287, കണ്ണൂർ 242, വയനാട് 239, ഇടുക്കി 238, കാസർഗോഡ് 103 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,042 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.83%. 26 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2121ആയി. 5770 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 13 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 776 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 346 പേരാണ്. 38 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2801 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘനത്തിന് ഒരു കേസും റിപ്പോർട്ട് ചെയ്തു. കൊല്ലം ജില്ലയിൽ ഇന്ന് 539 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കം മൂലം 536 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത ഒരാൾക്കും 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 175 പേർ രോഗമുക്തി നേടി. കോട്ടയം ജില്ലയിൽ 450 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 446 പേർക്കും സമ്പർക്കം മുഖേനയാണ് വൈറസ് ബാധിച്ചത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 4 പേർ രോഗബാധിതരായി. പുതുതായി 4949 പരിശോധനാ ഫലങ്ങളാണ് ലഭിച്ചത്. കോട്ടയം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കോവിഡ് പ്രതിരോധം മറന്നുപോകരുതെന്ന് ജില്ലാ കളക്ടർ എം അഞ്ജന. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ. അസാധാരണമായ സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന ബോധ്യത്തോടെയാവണം പ്രചാരണം. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഓരോരുത്തരും ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 833 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 789 പേർക്കാണ് രോഗം ബാധിച്ചത്. 6253 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 7226ആയി. 4647 പേർ വീടുകളിലാണ് ചികിത്സയിലുള്ളത്. കോവിഡ്-19 രോഗവ്യാപനം ഫലപ്രദമായി തടയുന്നതിനായി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം ചേർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ, രോഗവ്യാപനമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് കോവിഡ് ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് മാനേജ്മെന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ അനുരാധ വിശദീകരിച്ചു. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 1.46%-ആയി കുറഞ്ഞു. രോഗമുക്തി നിരക്ക് 93.72%-ആയി. 86,42,000-ലധികം പേരാണ് ഇതുവരെ രോഗമുക്തരായത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,376 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് മരണമടയുന്നയാളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി മന്ത്രി കെ ശൈലജ. ഇതനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡിലും മോർച്ചറിയിലും സംസ്കാര സ്ഥലത്തും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മൃതദേഹം കാണാവുന്നതാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് പ്രാദേശികവും മതാചാരപ്രകാരമുള്ളതുമായ അത്യാവശ്യ ചടങ്ങുകൾ നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പണിമുടക്ക് ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരത്തിലിറങ്ങുന്ന ജീവനക്കാരുടെയും സർക്കാരിന്റെയും വാഹനങ്ങളിൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന ബോർഡോ സ്ലിപ്പോ പതിപ്പിക്കണം. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസുകളെയും ജീവനക്കാരെയും ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന സമിതി പ്രസ്താവിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർമാർക്കും കൈമാറി. ഉത്തരവ് പ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും ജില്ലാ കളക്ടർമാരും ഉറപ്പുവരുത്തേണ്ടതാണെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു.
ഡിസംബർ 8, 10, 14 തീയതികളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 1,72,331 കന്നി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 90,507 പുരുഷ വോട്ടർമാരും 81,821 സ്ത്രീ വോട്ടർമാരും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ 3 പേരുമാണ് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിലും പര്യടനങ്ങളിലും പങ്കെടുക്കുന്നവർ ഹരിതചട്ടവും കോവിഡ് പ്രതിരോധവും മറക്കരുതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകൃതി സൌഹൃദ ഹരിത നിയമാവലി പാലിച്ച് നടത്തുന്നത് സംബന്ധിച്ച് സംസ്ഥാന ശുചിത്വ മിഷൻ തയ്യാറാക്കിയ ഹരിത തെരഞ്ഞെടുപ്പിന്റെ വിശദമായ മാർഗ്ഗരേഖ അടങ്ങിയ കൈപ്പുസ്തകത്തിന്റെ കൊല്ലം ജില്ലാതല വിതരണോദ്ഘാടനം ഗ്രീൻ പ്രോട്ടോകോൾ ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ ഓൺലൈനായി നിർവഹിച്ചു. 10+2 ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിൽ 50% പേർ ഒരു ദിവസം എന്ന രീതിയിൽ ഡിസംബർ 17 മുതൽ സ്കൂളുകളിൽ ഹാജരാകാൻ സർക്കാർ നിർദ്ദേശം. പഠന പിന്തുണ കൂടുതൽ ശക്തമാക്കുക, റിവിഷൻ ക്ലാസുകൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക തുടങ്ങിയവയാണ് ചുമതലകൾ. ജനുവരി 10-ന് 10ാം തരം ക്ലാസുകളുടെയും ജനുവരി 30-ന് +2 ക്ലാസുകളുടെയും ഡിജിറ്റൽ ക്ലാസുകൾ പൂർത്തീകരിക്കാൻ ക്രമീകരണമുണ്ടാക്കും. തുടർന്ന് കുട്ടികൾക്ക് സ്കൂളിലെത്താൻ സാഹചര്യമുണ്ടാകുമ്പോൾ പ്രാക്ടിക്കൽ ക്ലാസുകളും ഡിജിറ്റൽ പഠനത്തെ ആസ്പദമാക്കി റിവിഷൻ ക്ലാസുകളും നടത്തും. GST നടപ്പാക്കിയത് മൂലമുണ്ടായ വരുമാന നഷ്ടം നികത്തുന്നതിന് ഓപ്ഷൻ 1 സ്വീകരിക്കാനുള്ള സന്നദ്ധത കേരളം, പശ്ചിമബംഗാൾ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തെ അറിയിച്ചു. GST നടപ്പാക്കിയത് മൂലമുണ്ടായ വരുമാന നഷ്ടത്തുക കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച പ്രത്യേക വായ്പാ ജാലകം വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. അടുത്ത ഘട്ടം കടമെടുക്കൽ വഴി സംഭരിക്കുന്ന തുക ഇനി മുതൽ കേരളത്തിനും പശ്ചിമബംഗാളിനും ലഭിക്കും. ഓപ്ഷൻ 1 തെരഞ്ഞെടുക്കുന്നത് വഴി ചരക്ക് സേവന നികുതി നടപ്പാക്കിയത് മൂലമുണ്ടായ വരുമാന നഷ്ടം പരിഹരിക്കുന്നതിന് പ്രത്യേക ജാലക സംവിധാനം വഴി വായ്പ എടുക്കുന്നതിനുള്ള അനുമതി ലഭിക്കും. രാജ്യം നാളെ ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു. ദേശീയ നിയമദിനമായും ആചരിക്കപ്പെടുന്ന ഈ ദിവസം ഭരണഘടന അംഗീകരിച്ചതിന്റെ സ്മരണയും പുതുക്കുന്നു. 1950 ജനുവരി 26-ന് പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടന 1949 നവംബർ 26-നാണ് ഭരണഘടനാ അസംബ്ലി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഭരണഘടനാ മൂല്യങ്ങൾ സംബന്ധിച്ച് പൌരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് 2015 മുതൽ നവംബർ 26 ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തിന്റെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കറാണ് ഭരണഘടന തയ്യാറാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ ജീവനക്കാർ ഭരണഘടനാ പ്രതിജ്ഞയെടുത്തു. ജില്ലാ കളക്ടർ സാംബശിവ റാവു ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ഭരണഘടനാ ദിനമായ നാളെ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചടങ്ങ് നടത്തിയത്. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് കേന്ദ്ര ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കാഴ്ച വൈകല്യമുള്ളവർക്ക് വേണ്ടി നാളെ വെബിനാർ സംഘടിപ്പിക്കും. തെരഞ്ഞെടുപ്പും പുതുവർഷവും കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിൽ എക്സൈസ് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് കൊല്ലം ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചത്. സർക്കിൾ ഓഫീസുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സുകളെയും നിയോഗിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 10 വരെ കണ്ണൂരിൽ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് കളക്ടർ സാംബശിവ റാവു അറിയിച്ചു. ഇടത് വലതു മുന്നണികളെ മടുത്തെന്നും എൻഡിഎയുടെ ഭരണമാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും മിസോറാം മുൻ ഗവർണറും BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ISL ഫുട്ബോൾ മത്സരത്തിൽ FC ഗോവ മുംബൈ സിറ്റിയെ നേരിടുന്നു. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിലാണ്. കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്തകൾ നാളെ രാവിലെ 6:45-ന്.